അമേരിക്കയുടെ ഐലൻഡായ ഡിയാഗോ ഗാർസി ഐലൻഡിൽ യഥാർത്ഥത്തിൽ അവിടെ ഒരു അപകട മുനമ്പാണ് എന്നാണ് അമേരിക്കയുടെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ സുരക്ഷാ സംവിധാനമുള്ള ഒരു ദ്വീപാണെന്നും ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഇറാനെ ആക്രമിക്കാൻ സാധിക്കുമെന്നും 4500 കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് തങ്ങളുടെ സൈനികർ ആക്രമണം നടത്തിക്കൊണ്ട് തിരിച്ചു വരാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നൊക്കെയാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത്. എന്നാൽ 4000 മുതൽ 7000 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലുകൾ തങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രദർശനം അമേരിക്കയുടെ സൈനിക കമാൻഡർ അവരുടെ അണ്ടർഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. അണ്ടർഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹൈവേ മോഡൽ, ഒരു വലിയ വിസ്താരമുള്ള ഒരു പ്രദേശമാണ്. ഏത് ഭാഗത്താണെന്ന് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇത് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക പെട്ടുപോയിരിക്കുന്ന സ്ഥിതിയാണ്. ഇനി എന്ത് ചെയ്യണം എന്നർത്ഥത്തിൽ ആ ദ്വീപിൻ്റെ സമുച്ചയത്തിലും അമേരിക്ക കുടുങ്ങിയിരിക്കുന്നു എന്നാണ് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപകട മുനമ്പ് എന്ന് മാത്രമല്ല, ഇന്ത്യൻ കടലിൽ രക്ഷയില്ലാതെ അമേരിക്കയുടെ പടക്കപ്പലുകൾ റോന്ത് ചുറ്റുന്ന ദയനീയ അവസ്ഥയാണ് ഡിയാഗോ ഗാർസി ഐലൻഡുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് പറയാനുള്ളത് എന്നാണ് ആ ഭാഗത്തിൽ നിന്ന് വരുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും.